വശിഷ്ഠവനോട് പുത്രനാன ശക്തിമുനിയോട് കൊണ്ടാട്ടിയേക്കും അതിർശന്തി. അതിർശന്തി ശക്തിമുനി ചാകുമ്പോൾ ഗർഭവതിയായിരിക്കാൻ നമ്മൾ പോകുന്നതിലേ ചിഹ്നം. അപ്പോൾ പ്രസവിച്ച പോത് പരാശയ മഹർഷിയാക്കും അവരോട് പുത്രനായി ജനിക്കപ്പെട്ട. இந்த பராசய மகர்ஷி അമ്മയിലെന്ന് മനസ്സിലാക്കാൻ കന്മാഷപാതൻ തന്നോട് അപ്പാവെ കൊന്ന് തിന്നിരിക്കാൻ എന്നാണ്. അതിനാൽ இந்த രാക്ഷസ വംശം മുഴുവൻ നശിക്കണം ചൊല്ലിയിട്ട് ഒരു യാഗം ചെയ്യാൻ രാക്ഷസന്മാർ കൂട്ടത്തോടെ വന്ന് ചെത്തുകൊണ്ടിരിക്കുക. വസിഷ്ഠമുനി തന്നോട് പേരം ചേർത്ത് തെറ്റാക്കും ചൊല്ലിയിട്ട് ചൊല്ലി ഉപദേശിച്ചു பார்க்குறான். അവർ കേൾക്കാറില്ലേ? രാക്ഷസന്മാർ കൂട്ടത്തോടെ വന്ന് ചെത്തുകൊണ്ടിരിക്കുക. ഇപ്പടിയാണ് സമയത്തില്ല രാക്ഷസവർഗം മുഴുക്ക നശിക്കുന്ന ഒരു ഘട്ടം വന്നത്. അപ്പോൾ രാക്ഷസ രാജാവാന രാക്ഷസന്മാരോട് തലവനാന നിര്യാതി എന്ന രാക്ഷസനോട് മഹാരാജാവോട് കൽപ്പന പ്രകാരം പുലസ്ത്യൻ ചൊല്ലപ്പെട്ട വാളാക്കും സപ്തഋഷിയിൽപ്പെട്ടവരാക്കും പുലസ്ത്യൻ വന്ന് ഇവരിട്ട് வந்து சொல்லுறான். இந்த யாகத்தை பராசர மகர்ஷிகிட்ட சொல்லுறான், நீ யாகம் செய்வது തെറ്റാക്കും. ആരോ ചെയ്ത കുറ്റത്തേക്ക് இந்த രാക്ഷസന്മാരെ മുഴുവൻ തെറ്റാക്കും. ഭൂമിയോട് ആന്തോളനമേ പോയിടും. ദേവന്മാരും രാക്ഷസന്മാരും മനുഷ്യന്മാരും മൃഗങ്ങളും എല്ലാം ഇരുന്നാത്താൻ ഭൂമിയോട് ആന്തോളനം നിൽക്കും. അതിനാൽ നീ ചേർത്താക്കും. ഇത് അവസാനിപ്പിക്കണം. പാത്തുക്കോ, എന്നോട് കുട്ടികളാക്കും നളകുംഭന്മാർ, രാവണനും ഇവളെല്ലാം എന്നോട്. അതിനാലെ അവ ജനനം കൊണ്ട് വരുത്താൻ രാക്ഷസനായിക്കൊള്ളുന്നില്ലേ. പ്രഹ്ലാദൻ രാക്ഷസകുലത്തിൽ പിറന്നവനാക്കും. പക്ഷേ പ്രഹ്ലാദനെ രാക്ഷസനെ ആരും ചൊല്ലറില്ലേ, എല്ലാവരും ആരാധിക്കറ. അതിനാലെ നീ യാഗത്തെ നിർത്തണം. പല പ്രാവശ്യം ഉപദേശിച്ചു ആക്കാൻ നിറയെ ചൊല്ലി പല കഥകളും ചൊല്ലിക്കേറാം. ഒടുക്കം കാലം ചൊല്ലി അവനോട് ഉപദേശപ്രകാരം യാഗത്തെ നിർത്തി യാഗാഗ്നിയെ നേരെ ദേവലോകത്തേക്ക് അനുപ്പി ഗുണ്ടത്തിലെ എല്ലാത്തെയും ആവാഹിച്ച് രാക്ഷസവർഗത്തെ രക്ഷിക്കണം. അതാക്കും കഥ. ഇതൊക്കെ അപ്പുറമുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ചൊല്ലും.